അതിൽ ഒരു തരത്തിലും നമ്മൾ വിഷമിക്കേണ്ടതില്ല. അന്വേഷണ ഏജൻസി അതിശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിജീവിത എന്ന വാക്ക് നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ഉപയോഗിച്ചത് ഒരു സിനിമാ താരത്തെ അപകീർത്തിപ്പെടുത്തുന്ന ആക്രമിക്കുന്ന സംഭവത്തിലാണ്. ആ സംഭവത്തിൽ ഉൾപ്പെടെ അതിനുശേഷം പുറത്തു വന്ന നിരവധി കേസുകളിൽ ഉൾപ്പെടെ സൈബർ വിങ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എന്നതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന് വിചാരിക്കുന്നവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് അടുത്ത കാലത്ത് വന്ന കേസുകളിലെല്ലാം നമുക്കത് കാണാം. ഇപ്പോൾ ഈ പെൺകുട്ടി തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ പരാതി കൊടുത്ത സാഹചര്യത്തിൽ ആ കേസ് ശക്തമാകും, അന്വേഷണം ശക്തമാകും. പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറും. കാരണം IT നിയമത്തിൻ്റെ ഒരു പരിമിതികൾ നമുക്കുണ്ട്. വലിയ തരത്തിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുവാനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും ഓരോ വകുപ്പുകളുടെ പ്രത്യേകതയും അതിൻ്റെതായിട്ടുള്ള തെളിവ് ശേഖരണത്തിൻ്റെ ഒരു അനന്തമായിട്ടുള്ള സാധ്യതയുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഡിജിറ്റൽ കൃത്യമായിട്ട് തന്നെ അതിൽ പരിശോധന നടത്തി ഫോറൻസിക് പരിശോധനയിലൂടെ വ്യക്തമാകണം. ഇപ്പോൾ ഇതിൽ തന്നെ ചാറ്റിങ്ങുകൾ എൻ്റേതായിട്ട് വന്നത് അതിജീവിത സ്റ്റോക്ക് ചെയ്ത് വച്ചു, അത് കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് വച്ചു എന്നത് ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രതിയുടെ ഫോൺ വേണം, അതിജീവിതയുടെ ഫോൺ വേണം. ഈ ഫോൺ കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം, തെളിവുകൾ ശേഖരിക്കണം. അങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്ന തൻ്റെ അനുഭവം വിശദീകരിക്കുന്ന പെൺകുട്ടികളെ സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന, അവരെ കൃത്യമായി തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റിഗേഷൻ നടക്കും. നിയമപരമായിട്ടുള്ള പ്രക്രിയയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം നിരവധി ആളുകളുണ്ട്, പലരെയും ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ മറ്റൊരു താരം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക ഇതിൻ്റെ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച കോൺഗ്രസ് പ്രവർത്തക തന്നെയായിരുന്നു. എത്ര ക്രൂരമായിട്ടാണ് അവരെ ആക്രമിച്ചത്. ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ പണ്ട് ഉയർന്നു വന്ന പല കേസുകളിലും ഉൾപ്പെട്ട സ്ത്രീകളുടെ തല വെട്ടിമാറ്റി ഈ പെൺകുട്ടിയുടെ തല വച്ചൊക്കെ എത്രയോ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ തന്നെ വാർത്ത വന്നത് എൻ്റെ മുന്നിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിലെല്ലാം ധൈര്യത്തോടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് രംഗത്ത് വരാനും അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കുവാനും ഉള്ള അവസരമൊരുക്കുക എന്നതാണ് അന്വേഷണ ഏജൻസിയുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വം.